ഇതെല്ലാം പറയുമ്പോഴും രണ്ടാമതൊരു അഭിപ്രായം നമ്മൾ ഏത് ഗ്രൂപ്പ് എടുത്താലും അതിനകത്തുണ്ടാവും. ചിലർ പറയുന്നുണ്ട് നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതികൾ ഇതിന് വിരുദ്ധമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും, കുറച്ച് അടക്കവും ഒതുക്കവും എല്ലാവർക്കും വേണം എന്ന് പറയുന്നു. അവിടെ ഒരു സംശയമുണ്ട്, ആർക്കാണ് അപ്പോൾ ചികിത്സ വേണ്ടത്? സംസ്കാരം, വസ്ത്രധാരണം ഇതൊക്കെ പൊള്ളയായ വാദങ്ങൾ മാത്രമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അതിൽ തെറ്റും ദോഷവും പറയാൻ തെറ്റും ശരിയും പറയാൻ ഞാൻ ആളല്ല. അതൊന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാനം. ഈ സമൂഹത്തിലെ തിന്മകൾ വർദ്ധിച്ചു വരുന്നു, അവർക്ക് ഈ പറഞ്ഞ പോലെ സ്പീഡി ആയിട്ട് നീതി നടപ്പാകാതിരിക്കുന്നു, ശിക്ഷ കിട്ടുന്നു, അതെല്ലാം തന്നെയാണ് ശരി. പക്ഷെ നമ്മൾ കാണേണ്ട മറ്റൊരു വശമുണ്ട്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഇതാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. അവരുടെ ഉത്തരവാദിത്തം, നമ്മൾ പറയുന്ന പോലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയങ്ങൾക്കും ജുഡീഷ്യറിക്കും പോലീസിനും ഉത്തരവാദിത്തമുള്ളതുപോലെ എല്ലാ കുടുംബത്തിലെയും മാതാപിതാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. പോലീസിനെ ഭയം വേണം. ഞാൻ കുറ്റം ചെയ്യുന്നവർക്ക് ഭയം വരണം. പോലീസ് അപ്പറേറ്റ് ആയിട്ട് നിന്നാൽ അത് രാഷ്ട്രീയം, UDF, LDF ഒന്നും നോക്കരുത്, മതം, ജാതി ഒന്നും പോലീസ് നോക്കരുത്. കൃത്യമായി ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷിച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ പരിഹാരം ഉണ്ടാവും. അതിന് യാതൊരു മാറ്റമില്ല. ഇപ്പം പോലീസ് ജനമൈത്രി പോലീസ് ഞാൻ അന്ന് മുതലേ വിമർശിക്കുന്നതാണ്. പാടില്ല, അത് വേണ്ട. സാർ ആ വിങ്ങിൽ ഇരുന്നത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, സാറിന് എപ്പോഴെങ്കിലും സാറിന്റെ സർവ്വ സ്വാതന്ത്ര്യം പ്രയോഗിച്ച ഏതെങ്കിലും ഒരു കേസ് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? മോളിൽ നിന്നുള്ള സമ്മർദ്ദം ചുമ്മാ പറഞ്ഞ ഈ കാശ് വാങ്ങാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ഇന്നുവരെ എന്റെ പേരിൽ എല്ലാ റാങ്കിലും എനിക്ക് സസ്പെൻഷൻ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്ത് പറ്റി? എല്ലാ ശമ്പളവും എനിക്ക്, ഞാനത് ഫൈറ്റ് ചെയ്തെല്ലാം വാങ്ങിച്ചവനാണ്. ഒരാളെ അവയങ്ങോട്ടൊന്ന് പ്രതിയേക്ക് ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ സാറിന് എൻ്റെ മേലുദ്യോഗസ്ഥന് അധികാരം ഉണ്ടല്ലോ, സാറങ്ങ് ചേർത്തോ, ഈ കേസ് സാറങ്ങെടുത്ത് ചേർക്ക്. ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കാം മാഷല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ വാളയാർ കേസിൽ തന്നെ ആദ്യത്തെ FIR കൊടുത്തിട്ട് എന്താ സാറേ മുക്കാൻ കാര്യം? എന്തുകൊണ്ടാണ് അതിനെ പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് പിടിക്കാത്തത്? മോളിൽ നിന്നുള്ള SI ഇപ്പൊ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ളവർ ഈ പണിക്ക് വരരുത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഈ അപജയമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ കൂടുതൽ പേര് ഒരു കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ രണ്ടഭിപ്രായം വരും. രണ്ടഭിപ്രായമല്ല, 4-5 അഭിപ്രായങ്ങൾ വരും. അത് നല്ലതാണ്. അപ്പോൾ നമ്മൾ വ്യക്തികളിൽ നിന്ന് മാറി ആ സിസ്റ്റത്തിനെ കാണുന്നു. ഇപ്പോൾ സാറ് കുറച്ചെങ്കിലും പറഞ്ഞു പോലീസിന്റെ പ്രശ്നമാണ്. അതല്ല പ്രശ്നം. അധികാരത്തിന്റെ പ്രശ്നമുണ്ട്, മതത്തിന്റെ പ്രശ്നമുണ്ട്. ഈ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയിലേക്കാണ് സമ്മർദ്ദം വരുന്നത്. ആ വ്യക്തി ശരി തെറ്റുകൾ നിർണ്ണയിക്കേണ്ടി വരുന്നു. സിസ്റ്റം ആ വ്യക്തിയോടും പരാജയപ്പെടുന്നു, ആ ചുമരിൽ കെട്ടിത്തൂങ്ങി നിന്ന കുഞ്ഞിനോടും പരാജയപ്പെടുന്നു, ഒരു സമൂഹം മൊത്തം പരാജയപ്പെടുന്നു. ആ ഒരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്യണം. നമ്മൾ പിന്നെയും പറയും വ്യക്തികളുടെ പ്രശ്നമാണ്. വ്യക്തികളുടെ പ്രശ്നം മാത്രമല്ല, ഈ സമൂഹത്തിന്റെ പ്രശ്നമാണ്. പോലീസ് സംവിധാനം കാര്യക്ഷമമാക്കണം. സാറിന്റെ വേറെ ചില ചർച്ചകളിൽ സാർ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. സാർ കൈക്കൂലി വാങ്ങിച്ചിട്ട് സത്യസന്ധമായ ജോലി ചെയ്യുന്നു. എത്ര പോലീസുകാർ ഇവിടെ സത്യസന്ധമായ ജോലി ചെയ്യുന്നു? സ്വന്തം ഭാര്യയെ പോലും വഞ്ചിച്ചിട്ട് മറ്റേ സ്ത്രീകളൂടെ പബ്ലിക്കായിട്ട് നടക്കുന്ന പോലീസുകാരെ ഞാൻ കാണിച്ചു തരാം. ശരിയാണ്. പെൺകുട്ടികളെ ഇനി ഒരു ബോക്സിലാക്കി പൂട്ടിയിടണം, അതാണ് സാറ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ നിർത്തി സംരക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഇടി കൊടുക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു 3-4 പേര് കൂടി നിന്ന് പേടിക്കുന്നവരാണ് പൊതുവെ. കുറച്ച് ആണുങ്ങൾ ഇത്തിരി ബലമുള്ളവരും ഫ്രണ്ട് വന്ന് നിന്ന് എല്ലാവരും പേടിക്കും. ഒരു കുട്ടി ഒറ്റയ്ക്കാണ് സാർ, അത് അങ്ങനെ ആണ്. സ്ത്രീകൾ അങ്ങനെയാണ്. അങ്ങനെ ധൈര്യമുള്ള പെണ്ണുങ്ങൾ കുറച്ച് 1-2 പേര് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അവർ ഈ പേടിയുള്ള കൊച്ചു കുട്ടികളെയൊക്കെ ഈ പൂട്ടിയിട്ടിട്ട് പോകണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. രാഷ്ട്രീയ സംവിധാനവും നിയമ സംവിധാനവും ഒക്കെ പരാജയപ്പെട്ടാലും അമ്മമാർ ഒരിക്കലും പരാജയപ്പെടരുത്. അമ്മമാർക്ക് കുട്ടികളെ ഇതെന്താണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ സാധിക്കണം. അതിന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഡോൾസ് ടെക്നിക്ക് അഥവാ പാവ ടെക്നിക്ക് എന്ന് പറയും. നമ്മൾ ഈ പാവ എടുത്തിട്ട് പാവയ്ക്ക് ഒരു പേരിടുന്നു. ഇതിൻ്റെ പേര് ലക്ഷ്മി എന്ന് വെച്ചോളൂ. അതായത് ഈ ലക്ഷ്മിക്കുട്ടിക്ക് അതിൻ്റെ വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുന്ന ഭാഗങ്ങളിൽ മാതാപിതാക്കളെന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നു, ഇപ്പം മാതാവെന്നേ പറയുന്നുള്ളൂ. മാതാവ് ഒഴിച്ച് മറ്റാരും സ്പർശിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ സ്പർശിച്ചാൽ ഈ പാവ, ഈ ലക്ഷ്മിക്കുട്ടി ബഹളം വയ്ക്കും, ഒച്ചയുണ്ടാക്കും, മുതിർന്നവരെ അറിയിക്കും. ഇത് ചെയ്യുന്ന ആൾ എത്ര ഉന്നത ഉദ്യോഗസ്ഥനായാലും ശരി, അയാൾ ലക്ഷ്മിക്കുട്ടിയെയോ ലക്ഷ്മിക്കുട്ടിയുടെ അച്ഛനെയോ അമ്മയെയോ മറ്റുള്ളവരെയോ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാലും ഇത് മുതിർന്നവരോട് പറയണം, ടീച്ചർമാരോട് പറയണം, മറ്റ് ബന്ധുക്കളോട് പറയണം. കുറഞ്ഞ പക്ഷം നമ്മുടെ മാതാക്കൾ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം കുട്ടികളിൽ എത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശരി, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. കെട്ടകാലത്തിലെ പ്രതീക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും തുടരും. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.